എടാ, ആ മറ്റേ മാമുണ്ട്, ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക. നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. ലവ് ലെറ്റർ 6 മാസമായി ഒരെണ്ണം കണ്ടിട്ട്. പ്രിയപ്പെട്ട മഞ്ജു. മഞ്ജു, നീയില്ലാത്ത ജീവിതം ഓക്സിജൻ ഇല്ലാത്ത H2O പോലെയും ഉപ്പില്ലാത്ത കഞ്ഞി പോലെയും വള്ളിയില്ലാത്ത നിക്കർ പോലെയാണെന്ന്. നിന്റെ എന്ന് സ്വന്തം കാർത്തിക്. അവനല്ല. ഓ, ആരാണേലും ഇവൻ പുലിയാണ്. കണ്ട് പഠിക്കടാ. പ്രേമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രേമിക്കണം. വായിച്ച് പടി. അയ്യോ ഡാ മാം. അയ്യോ, വിളിക്കാൻ പറ്റിയ സമയം. കോളേജിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയത്തില്ലേ? All 3 of you to the principal's room immediately. May I come in, sir? ആ, ഇതാരൊക്കെയാ? നേതാക്കന്മാരെല്ലാം ഉണ്ടല്ലോ. കേറി വാ, കേറി വാ. ആ, എടുക്ക. ഇത് കൊള്ളാമല്ലോടോ. കാർത്തിക്കിന്റെ കാര്യം പോക്ക. ആ, നിങ്ങൾ ചെല്ലേ. കാർത്തിക് അവിടെ നിൽക്ക്. ആ, ഇരിക്കെ ഇരുന്നാട്ടോ. എൻ്റെ മോൾ മഞ്ജു. നിങ്ങളുടെ മകള് ഒളിച്ചോടാൻ കാരണം ഈ നിൽക്കുന്ന മഹാനാ കാർത്തിക് വർക്കി. എന്തായി പറയുന്നത്? ഒളിച്ചോടിയെന്നോ? ആര്? മോനെ, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം? എവിടെയാണ് എൻ്റെ മോൾ? എവിടെയാണ് എൻ്റെ മഞ്ജു? മഞ്ജുവോ? ഏത് മഞ്ജു? എനിക്കൊരു മഞ്ജുവിനെ അറിഞ്ഞൂടാ. മോനെ കാർത്തിക്, എന്തിനാ ഈ ചുറ്റിക്കളി? മോൻ പറ, എവിടെയാണ് എൻ്റെ മോള്? എവിടെയാണ് എൻ്റെ മഞ്ജു? തൻ്റെ മോളെ എവിടെ സുഖിച്ചു വാഴുന്നുണ്ട്. ബാക്കിയുള്ളവന്റെ അധ്വാനത്തിന്റെ പൈസ കൊണ്ടാ അവള് സുഖിക്കുന്നത്. താനാരോടോ? താനെതിരെവിടെ വന്നേ? ഞാൻ ഈ പറയുന്ന മഞ്ജുവിന്റെ കൂട്ടുകാരിയുടെ അച്ഛനാണ്. ആ കുട്ടി എൻ്റെ പൈസയും കൊണ്ടാണ് ഒളിച്ചോടിയിരിക്കുന്നത്. ആ പൈസ എനിക്ക് തിരികെ തന്നിട്ട് അവള് പോയി കെട്ടുകയോ ഒളിച്ചോടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്. ചില്ലറ കാശൊന്നുമല്ല എൻ്റേത് പോയിരിക്കുന്നത്. കാശോ? എടാ, ഇത് പണിയാവും കേട്ടോ. മോനെ, ആ കാശ് ഇങ്ങ് കൊടുത്തേരെ. കാശോ? ഏത് കാശ്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കീർത്തി കോളേജിൽ വെച്ച് അവളുടെ അച്ഛൻ്റെ കാശ് തരാമെന്ന് പറഞ്ഞു. അതുമായിട്ട് നമ്മുടെ സ്ഥലത്ത് വരാം, പിന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാം. സർ, ഞാനൊരു കത്ത് എഴുതിയിട്ടില്ല. മതിയേടാ, നീ കാട്ടിക്കൂട്ടിയതൊക്കെ മതി. പക്ഷേ സർ, ഞാനിനി എങ്ങനെ തലയുയർത്തി നടക്കും? എല്ലാം എൻ്റെ മഞ്ജു അല്ലേ? ആണും പെണ്ണായിട്ട് ഒരാളെ ഉള്ളൂ.
ഞാൻ എന്ത് ചെയ്യും? മോനെ, നീ അവളെ കെട്ടിക്കൂടെ? കല്യാണോ സർ? അതെ, അങ്ങനെയാണ് കല്യാണവും നടത്തി തരാം. കിന്നാരം പറയാതെ എൻ്റെ പൈസ അവിടെ എടുത്ത് വെക്കടോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വേണ്ട വേണ്ട, നിങ്ങൾ 3 പേരും പുറത്തോട്ട് നിന്നേ, ഞങ്ങൾ ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഹോ, എന്തൊക്കെയായിരുന്നു ഒരു ലവ് ലെറ്റർ. കണ്ട് പടി, ഇത്രയും കണ്ട് പഠിക്കേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. ഹോ, എപ്പോ ജയിലുണ്ടെന്ന് ഓർത്താ മതി. ഓ എടാ ദേ തൻവി. ഓ, അടുത്ത കുരിശ്. 1 സെക്കൻഡ്. ഞാൻ എല്ലാം അറിഞ്ഞു. തൻവി, ഞാൻ പറയുന്ന കേക്ക്. അന്ന് ഞാൻ ഫോൺ ചെക്ക് ചെയ്തപ്പോ തൻവി, 5-6 പെണ്ണുങ്ങളുടെ തൻവി, മെസ്സേജസ് കേക്ക്. കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. തൻവി പ്ലീസ്, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. തൻവി, തൻവി പ്ലീസ്. എടാ മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കിട്ടി. ദേ മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പേജ്. അയ്യേ, ഉള്ളൊരുത്തിയോ പോയി, കിട്ടിയതോ ദൈവമേ. എടാ കാർത്തികേ, നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കാശ് കൊടുത്തേച്ച് മഞ്ജുവിനെ കെട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ നീ ഈ സാറുമാരുടെ പൊക്കോ. സാറേ, എൻ്റെ ഇത്രേ കാശൊന്നുമില്ല. മത്തായി, എടാ എൻ്റെ ആകെ 100 രൂപ ഉള്ളൂ. അപ്പൊ കാര്യത്തിന് തീരുമാനമായി. ശശി പൊക്കടാ. ഇങ്ങോട്ട് വാടാ. മോഷണം മിസ്സിങ് കേസാ മോനെ. ജയിലിന് സുഖം നല്ലപോലെ മനസ്സിലാവാൻ റെഡി ആയിക്കോ. ഒരു വാറന്റ് പോലും ഇല്ല, നിങ്ങൾ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന? വാറന്റാ മോനെ? ജീപ്പി കേറ, വാറന്റ് ഞാൻ തരാം. സാർ, സാർ, എന്റെ മോൾക്ക് ഈ ആളേ ഉള്ളൂ സാർ. നിങ്ങൾ ആരെയും ഞാൻ പറയുന്നു കേക്കുവോ? പൊക്കടാവനെ. ചുമ്മാ. മഞ്ജു ആരെയാ മഞ്ജു? ലൗഡ് സ്പീക്കറിലിട്. മോളെ മഞ്ജു, എവിടെയാണ് നീ? അച്ഛാ, എനിക്കൊരു കുഴപ്പവുമില്ല. ഞാനും കാർത്തിക്കും പരസ്പരം നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാ. എനിക്ക് ഒരു എതിർപ്പുമില്ല മോളെ. നീ തിരിച്ചു വന്നാ മതി. ക്രിസ്ത്യാനിയാണെന്നല്ലേ ഉള്ളൂ, മതത്തെക്കാട്ടിലും വലുത് നീയാണ്. ഷോ, അപ്പന്മാരായ ഇങ്ങനെ വേണം. ക്രിസ്ത്യാനിയോ? തന്നെ നിന്റെ കാർത്തിക് വർക്കി ഇവിടെയല്ലേ? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് കാർത്തിക് മേനോന്റെ കൂട്ടത്തിലാ. ദേ, അവൻ ഇവിടെ നിൽപ്പുണ്ട്. അയ്യോ, കാർത്തിക് മേനനാണോ? ഭാഗ്യം, ഹിന്ദുവാണ്. മോളെ നീ തിരിച്ച് വേഗം വാ. അപ്പൊ എൻ്റെ കാശോ? കോരാങ്കുളം ഉണ്ടോ അവിടെ? തന്നെ അതെ, ഞാനുണ്ട് ഇവിടെ. കീർത്തി എന്നെ വിളിച്ചിരുന്നു. വി ആർ വെരി സോറി അങ്കിൾ, ഞങ്ങളുടെ മുന്നേ വേറൊരു വഴിയില്ലായിരുന്നു. പക്ഷെ കാർത്തിക് ആ മുഴുവൻ പണവും അങ്കിളിന്റെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഓ, അല്ലെങ്കിലും അതൊരു നല്ല കാര്യത്തിനല്ലേ മോളെ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഞാൻ വരട്ടെ. സുരേഷ് ഗോപി പോലെ ഡയലോഗ് അടിച്ച് നല്ലൊരു കേസ് കയ്യിലാക്കാൻ വിചാരിച്ച അതും വിട്ടുപോയി. നീ വാ, സ്റ്റേഷനിൽ പോയി പൊടി തട്ടാം. ഓക്കേ സാർ. ഇനി മേലാൽ ഞാൻ മറ്റൊരാളുടെ ലവ് ലെറ്റർ തൊടൂല. ബോറ് പരിപാടിയായിപ്പോയി. അതെ അതെ. എന്നാ പിന്നെ ലൈബ്രറി പോണ്ടല്ലേ? അപ്പൊ നീ എന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്യുമല്ലേ? മേഘയുടെ മെസ്സേജ്. ഇനി അടുത്ത് വിളിച്ചോട്ടെ, അവളുടെ കൂടെ ആയാലോ? എടാ നിങ്ങൾ അറിഞ്ഞോ, മേഘനെ കാണുന്നില്ല. ആരുടെയോ കൂടെ ഒളിച്ചോടിന്നാ തോന്നുന്നേ. ദൈവമേ.